DCB മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1 കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല കേന്ദ്ര ബജറ്റിൽ വമ്പൻ ആനുകൂല്യങ്ങളാണ് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. 2047 കൂടി വികസിത ഭാരതം എന്ന ലക്ഷ്യം സാധ്യമാക്കുമെന്ന് വ്യക്തമാക്കിയാണ് ധനമന്ത്രി പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു തുടങ്ങിയത്. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തിയാക്കിയെന്നും ധനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഈയടുത്ത് പ്രഖ്യാപിച്ച പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 30 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വീടുകളുടെ മുകളിൽ സ്ഥാപിക്കുന്ന സോളാർ പാനലുകളിലൂടെ വൈദ്യുതി വീട്ടുകാർക്ക് ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന വിധവും ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങളും അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകും. അവ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ രാജ്യത്ത് 5 വർഷത്തിൽ 2 കോടി വീടുകൾ കൂടി സാധ്യമാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 കോടി വീടുകൾ ആവാസ് യോജനയിലൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ലൈഫ് പദ്ധതി നടപ്പാക്കുന്നത് ആവാസ് യോജനയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചാണ്. അതിനാൽ കേരളത്തിനും ഇതിൻ്റെ നേട്ടം ലഭിക്കും. ലൈഫ് മിഷന് കൂടുതൽ ഫണ്ട് ലഭിക്കുവാനും ഇടയാക്കും. ഫണ്ടില്ലാത്തതിനാൽ കേരളത്തിന്റെ ലൈഫ് മിഷൻ പദ്ധതി ഏതാണ്ട് സ്തംഭനാവസ്ഥയിലാണ്. ബജറ്റിൽ ഇടത്തരക്കാർക്ക്, പ്രത്യേകിച്ചും വാടക വീടുകളിൽ കഴിയുന്നവർക്കും ഭൂരേഖകൾ ഇല്ലാത്തവർക്കുമൊക്കെയായി ഒരു ഭവന വായ്പാ പദ്ധതി കൂടി ഈ വർഷമുണ്ടാകും. എല്ലാവരും പ്രതീക്ഷിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്ന് പുതിയ ബജറ്റിലുണ്ട്. എന്നാൽ ആയുഷ്മാൻ ഭാരതിൻ്റെ നിലവിലെ ആനുകൂല്യമായ 5 ലക്ഷം രൂപ വരെയുള്ള കുടുംബ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. 5 ലക്ഷം എന്ന പരിധി ഉയർത്തുമെന്ന വാർത്തയുണ്ടായിരുന്നുവെങ്കിലും ബജറ്റിൽ അതുണ്ടായില്ല. പുതിയ ഗുണഭോക്താക്കളെ വ്യാപകമായി ചേർക്കുന്ന കാര്യവും പരിഗണിച്ചില്ല. അതുപോലെ തന്നെ വ്യാപകമായ പ്രചാരണമുണ്ടായതാണ് PM കിസാൻ നിധി തുക നിലവിലെ 6000-ൽ നിന്നും 8000 അല്ലെങ്കിൽ 9000 രൂപയാക്കി ഉയർത്തുമെന്നത്. സ്ത്രീ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ തുക എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ 6000 രൂപയിൽ നിന്നും തുക ഒന്നും തന്നെ പുതിയ ബജറ്റിൽ കൂട്ടിയിട്ടില്ല. രാജ്യത്താകെ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിലെ ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുവാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ജനങ്ങൾ, പ്രത്യേകിച്ചും ആദായ നികുതി അടക്കുന്നവർ കാത്തിരുന്നത് ആദായ നികുതി പരിധിയിൽ വർധന ഉണ്ടാകുമെന്നതായിരുന്നു. എന്നാൽ നിലവിലുള്ള ആദായ നികുതി പരിധിയിൽ യാതൊരു മാറ്റവും ധനമന്ത്രി ബജറ്റിൽ വരുത്തിയിട്ടില്ല. നിലവിലുള്ള നിരക്കുകൾ തന്നെ തുടരും. അതുപോലെ തന്നെ പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിലും മാറ്റമില്ല. ഇറക്കുമതി തീരുവകളിലും മാറ്റമില്ല. സ്വയം സഹായ സംഘങ്ങളിൽ 9 കോടി വനിതകൾക്ക് സഹായം നൽകുവാനുള്ള പദ്ധതി തുടരും. വന്ദേ ഭാരത് നിലവാരത്തിൽ 40,000 ബോഗികൾ അവതരിപ്പിക്കും എന്നതൊക്കെയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ. ഇതൊരു ഇടക്കാല ബജറ്റാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 4 മാസത്തേക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ടാണ് നടത്തിയത്. ജൂലൈയിൽ ലോക്സഭാ ഇലക്ഷന് ശേഷം വരുന്ന സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. ഒരു ഇലക്ഷൻ കാല കേന്ദ്ര ബജറ്റിൽ ഒട്ടേറെ ജനപ്രിയ നടപടികൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചത്. PM കിസാൻ ആനുകൂല്യം ഉയർത്തൽ, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് തുക ഉയർത്തലും, കൂടുതൽ പേരെ ചേർക്കലും, ആദായ നികുതി പരിധി ഉയർത്തൽ എന്നിവയൊക്കെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവയൊന്നും ഉണ്ടായില്ല. വീണ്ടും ഭരണത്തിലെത്തുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആത്മവിശ്വാസമാണ് ഇങ്ങനെയുള്ള ബജറ്റിന് ഇടയാക്കിയതെന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും